ഹായ് ഡിയർവൻസ്, എല്ലാവർക്കും ടൂസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെറ്റ് ഇംഗ്ലീഷിന്റെ എക്സാമിന് നമ്മൾ റെഗുലർലി കാണുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. എന്നാൽ ആ റെഗുലർ ക്വസ്റ്റ്യൻസിൽ നമ്മളെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻസിലേക്ക് എത്തിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആയിട്ട് ഫീൽ ചെയ്യാറ്. കാരണം എന്താണ്? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നമുക്കതിൽ പല സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റായി ഫീൽ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിലേക്ക് കറക്റ്റായിട്ട് എത്താൻ സാധിക്കാണ്ട് വരും. ഈ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പബ്ലിക്കേഷൻ ഡേറ്റ് ബേസിസിൽ അങ്ങനത്തെ ഇയർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എങ്ങനെ ഈസിലി ആയിട്ട് സോൾവ് ചെയ്യാം? അതേപോലെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ നമുക്ക് എങ്ങനെ മറ്റ് ഓപ്ഷൻസ് ഒന്ന് ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ട് കറക്റ്റ് ഓപ്ഷനിലേക്ക് എത്താൻ സാധിക്കും? പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം ഇന്നത്തെ ക്ലാസ് എന്താണ് എന്ന്. Identify correct chronological arrangement of Nobel Prize winners in literature. ഈ ക്രൊണോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇയർ ഓഫ് പബ്ലിക്കേഷന്റെ ബേസിസിൽ, അവരുടെ ഡെത്തിന്റെ ബേസിസിൽ, അങ്ങനെ ഒരുപാട് ബേസിസിൽ ഈ ഡേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും വരാറുണ്ട്. ഈ ഒരു അറേഞ്ച്മെന്റ് റെഗുലർലി ചോദിക്കുന്ന റെഗുലർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സീമസ് ഹീനി, ടി.എസ്. എലിയറ്റ്, നദീൻ ഗോഡിമർ, WB.X 4 പേരും നൊബേൽ പ്രൈസ് വിന്നേഴ്സ് ആണ്. ഇതിന്റെ കറക്റ്റ് ഓർഡറിൽ ആർക്കാണ് ആദ്യം കിട്ടിയത്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത്, ആ ഒരു ഓർഡറിൽ എങ്ങനെ അറേഞ്ച് ചെയ്ത് റൈറ്റ് ആൻസറിലേക്ക് എത്താം? ഈ നമ്മളെ സംബന്ധിച്ച് ഡേറ്റുകൾ ഓർത്തിരിക്കുക എന്ന് പറയുന്നതാണ് വൺ ഓഫ് ദി ഡിഫിക്കൽട്ടീസ്. സെറ്റ് പരീക്ഷയ്ക്കാണെങ്കിലും കേറ്ററ്റ് എക്സാമിനേഷൻ ആണെങ്കിലും നെറ്റ് പരീക്ഷയ്ക്കാണെങ്കിലും നമ്മൾ ഏറ്റവും അധികം നമ്മളെ ഒന്ന് കുഴപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എല്ലാ ഡേറ്റും നമ്മളെങ്ങനെ ഓർത്തിരിക്കും? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ എല്ലാ ഡേറ്റും ഓർത്തിരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് ഡേറ്റ് അറിയില്ലെങ്കിൽ പോലും ഇതിലേക്ക് എത്തപ്പെടാനുള്ള ഒരു വഴി പറയാം. അത്യാവശ്യം ഈ റൈറ്റേഴ്സിനൊക്കെ പരിചയമുണ്ടല്ലോ. സീമസ് ഹീനി അയർലൻഡുകാരനാണ്, ടി.എസ്. എലിയറ്റ് UK US ആണ്, നദീൻ ഗോഡിമർ സൗത്ത് ആഫ്രിക്കയാണ്, WB.X അയർലൻഡ് ആണ്. അപ്പൊ ഇനി എങ്ങനെ ഇവരെ നമുക്കൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം? ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റൈറ്റേഴ്സിനെ നമുക്ക് പരിചയമുള്ള റൈറ്റേഴ്സ് ആണല്ലോ. എച്ച്, എലിയറ്റ്, ഗോഡിമർ, സീമസ് ഹീനി. ഇതിൽ നോക്കുവാണെങ്കിൽ കുറേയും കൂടി മോഡേൺ റൈറ്റർ എന്ന് പറയുന്നത് സീമസ് ഹീനിയാണ്. ഏറ്റവും പഴക്കം അല്ലെങ്കിൽ ഇവരിൽ ഏറ്റവും ഇച്ചിരി പ്രായം കൂടി അല്ലെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന റൈറ്റർ എന്ന് പറയുന്നത് WB.X ആണ്. അപ്പൊ നമുക്കവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി എച്ച് ആണോ എലിയറ്റ് ആണോ എന്ന് നമുക്ക് എങ്ങനെ നോക്കാൻ പറ്റും? ഈ എലിയറ്റ് കുറേം കൂടി വേൾഡ് വാർ സെക്കൻഡിന്റെ സമയത്തൊക്കെയാണ് എലിയറ്റ് വരുന്നത്. എച്ച് അതിനു മുമ്പേ വന്ന ഒരാളാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സീമസ് ഹീനിയാണ് ഇതിൽ ഉള്ളതിൽ ഏറ്റവും മോഡേൺ എന്ന് പറയുന്നത്. ഒരു പോസ്റ്റ് അപ്പാരത്തഡ് പീരീഡിലാണ് ഗോഡിമർ വരുന്നത്. നമുക്ക് അങ്ങനെ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാം. എച്ച് വളരെ നേരത്തെ ഉള്ള ഒരു റൈറ്റർ ആണ്. അപ്പൊ ഇതിൽ എച്ച് ആയിരിക്കും ആദ്യം നേടിയിട്ടുണ്ടാവുക. പിന്നെ എലിയറ്റ്, പിന്നെ ഗോഡിമർ, പിന്നെ ഏറ്റവും ഫേമസ് ഏറ്റവും റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് സീമസ് ഹീനിയാണ്. നോട്ട് റീസൺ, പക്ഷെ ഇവരിൽ ഇത് ഒരു മെത്തേഡ്. ഇങ്ങനെ അവരുടെ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ ഇവരെ നമുക്ക് പെയർ ചെയ്യാം. പെയർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഐറിഷ് പോയിറ്റ്സ് എന്ന് പറയുന്നത് എഡ്സും സീമസ് ഹീനിയാണ്. അതിൽ എഡ്സ് ആണ് പ്രായമുള്ള ആളും സീമസ് ഹീനിയാണ് മോഡേണും. ഒരു മിഡ് സെഞ്ചുറിയിൽ വരുന്ന ഒരാളാണ് എലിയറ്റും, ഒരു ലേറ്റ് 20s വരുന്ന ഒരാളാണ് ഗോഡിമറും. അങ്ങനെ നിങ്ങൾക്ക് പെയർ ചെയ്തും ഈ പറയുന്ന ഐഡന്റിഫിക്കേഷനിലേക്ക് എത്താൻ സാധിക്കും. നമുക്ക് ഇയർ അറിയില്ലെങ്കിൽ നമ്മൾ എന്തായാലും സെറ്റ് പോലത്തെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സിന്റെ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നോക്കാറുണ്ട്. നിങ്ങൾക്ക് ഈ മെത്തേഡ് ട്രൈ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ ഓൾഡ് ഐറിഷ്, മോഡേണിസ്റ്റ് എലിയറ്റ്, ദെൻ പോസ്റ്റ് കൊളോണിയൽ ഗോഡിമർ ആൻഡ് മോഡേൺ ഐറിഷ് ഹീനി. ഈ ഒരു ഓർഡറിൽ നമ്മൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇത് പിന്നെ ഒരു നമ്മൾ PSCക്കൊക്കെ പഠിക്കുന്നത് പോലെ ഒരു കാര്യം. ഇത് ഞാൻ
എന്താ പറയുക, നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഈ ഓതേഴ്സിനെ കാണുമ്പോൾ ഈ ഓതേഴ്സിന്റെ ഒരു ഓർഡർ എങ്കിലും ഓർത്തിരിക്കാമല്ലോ. യങ് എലിയറ്റ് ഗീവ്സ് ഹോപ്പ്, ആ രീതിക്ക് നോക്കാം. YEGH, Y for X, E for Elliot, G for Godimer, H for Heaney. ഈ മെത്തേഡും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. The right answer WBH, T.S. Eliot, Nadine Godimer, Seamus Heaney. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു ഏരിയ ആണ് ലിംഗ്വിസ്റ്റിക്സ്, കാരണം ലാംഗ്വേജ് റിലേറ്റഡ് ഏരിയ ആണ്. Which of the following terms is used to refer to the idiosyncrasies of an individual speaker? ഒരു ഇൻഡിവിജ്വൽ സ്പീക്കറിന്റെ സ്പീക്കിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടേം ഏതാണ്? ഡിഗ്ലോസിയ, സോഷ്യോലെക്ട്, ഇഡിയോലെക്ട്, ഡയലെക്ട്. ആക്ച്വലി നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ഇവന്റെ ആൻസറിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യരുത്. പാർട്ട് മറ്റ് ഓപ്ഷൻസും കൂടി നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കുക. എന്താണെന്ന് അറിയണം. ഡിഗ്ലോസിയ എന്ന് പറയുന്നത് സിറ്റുവേഷൻ വെയർ two varieties of the same language are used in different social contexts. അതായത് ഒരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷും ഉണ്ടാവും, നമ്മൾ കൊളോക്കിയലി യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജും ഉണ്ടാവും. ഒരു ലാംഗ്വേജിന്റെ രണ്ട് വേരിയൻസ്, ഇപ്പൊ നമ്മൾ ഒരു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ യെസ് എന്നേ പറയത്തുള്ളൂ. എന്നാൽ കുറച്ചും കൂടെ കാഷ്വൽ ആയിട്ടുള്ള ടോക്കിൽ നമ്മൾ യപ്പ് എന്ന് പറയാറുണ്ട്. ദാറ്റ് മീൻസ് അതാണ് ആ സിറ്റുവേഷൻ. Then sociolect, speech variety of a particular social group. ഒരു സോഷ്യൽ ഗ്രൂപ്പിന്റെ സ്പീച്ച് വെറൈറ്റി, എസ്പെഷ്യലി വർക്കിംഗ് ക്ലാസ്, അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്, അതിൽ വരുന്ന ആ ഒരു സ്പീച്ച് വെറൈറ്റി അല്ലെങ്കിൽ സ്പീച്ച് വേരിയേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇഡിയോലെക്ട്, ദാറ്റ് ഈസ് യുണീക് ലാംഗ്വേജ് യൂസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ സ്പീക്കർ. ഒരു വ്യക്തിയുടെ പേഴ്സണൽ സ്റ്റൈൽ, അയാളുടെ പേഴ്സണൽ പ്രൊനൗൺസിയേഷൻ, അയാൾ ചൂസ് ചെയ്യുന്ന വേർഡ് ചോയ്സസ് ഒക്കെയാണ് ഇഡിയോലെക്റ്റിൽ വരിക. നമ്മുടെ ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ ഇഡിയോലെക്ട് ആണ്. ഡയലക്ട്, അത് റീജിയണൽ വെറൈറ്റി ഓഫ് എ ലാംഗ്വേജ് ആണ്. ഇപ്പൊ നമുക്ക് മലയാളത്തിന്റെ റീജിയണൽ വെറൈറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് കൊച്ചി സ്ലാങ് ഉണ്ട്, കോട്ടയം സ്ലാങ് ഉണ്ട്, മലപ്പുറത്തുള്ള ഡയലക്റ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾക്ക് ഈ ലിംഗ്വിസ്റ്റിക്സിലെ കുറെ കീ ടേംസ്, ഇതുപോലെ ലിംഗ്വിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള കീ ടേംസ് ഒക്കെ മസ്റ്റ് സ്റ്റഡി ആണ്. ഷോർട്ട് മെമ്മറി ട്രിക്സ്. ഇഡിയോലെക്ട്, I plus dialect, എന്റെ my personal dialect. Dialect, district plus lect. It's something linked to really a region or district. Sociolect, society plus lect. That means particular social group in the language ആണ് sociolect എന്ന് പറയുന്നത്. Then diglosia, double gloss എന്ന് ഓർത്താൽ മതി. Two varieties, high and low variant of a language in one society ആണ് diglosia എന്ന് പറയുന്നത്. ഇഡിയോലെക്ട് ഇൻഡിവിജ്വൽ ആണ്, സോഷ്യോലെക്ട് സൊസൈറ്റി ആണ്, ഡയലെക്ട് ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ റീജിയൻ ബേസിസിലാണ്, ഡിഗ്ലോസിയ ഒരു ഡബിൾ വെറൈറ്റി ഓഫ് എ ലാംഗ്വേജ് ആണ്. നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഒന്നും കൂടെ ഒന്ന് പിക്ചറൈസ് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. ഡിഗ്ലോസിയ, ടു വെറൈറ്റീസ് ഓഫ് എ ലാംഗ്വേജ് ഇൻ വൺ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിൽ തന്നെ നമ്മൾ ആ ലാംഗ്വേജിന്റെ രണ്ട് വേരിയൻസ് യൂസ് ചെയ്താണ് ഡിഗ്ലോസിയ എന്ന് പറയുന്നത്. സോഷ്യോലെക്ട് ഒരു സോഷ്യൽ ഗ്രൂപ്പിന്റെ ആണ്, ഇഡിയോലെക്ട് ഒരു ഇൻഡിവിജ്വലിന്റെ ആണ്, ഡയലെക്ട് റീജിയണൽ വെറൈറ്റി ഓഫ് എ ലാംഗ്വേജ് ആണ്. Identify the true statements. Nagamandala is a play within a play. Rani is the narrator in Nagamandala. The subtitle of Nagamandala is Play with a Cobra. Nagamandala follows the tradition of Yakshagana. നമുക്ക് ഗിരീഷ് കർണാടിന്റെ നാഗമണ്ഡലേനെയും റാണിനെയും ഈ ഒരു പ്ലേയിലെ കോബ്രേനെയും ഒക്കെ നമുക്ക് പരിചയമുണ്ട്. അപ്പൊ നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും ഇതിന്റെ ആൻസറിലേക്ക് എത്താനായിട്ട്. നാഗമണ്ഡല എന്ന് പറയുന്നത് ഒരു പ്ലേ വിത്തിൻ എ പ്ലേ ഉള്ള പ്ലേ ആണോ? റാണിയാണോ നറേറ്റർ? സബ് ടൈറ്റിൽ പ്ലേ വിത്ത് എ കോബ്ര ആയിരിക്കും, കാരണം ഒരു കോബ്ര ഉണ്ടല്ലോ അതിനകത്ത്. ഈ നാഗമണ്ഡല യക്ഷഗാന ട്രഡീഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ? അപ്പോ നമുക്ക് ഒരു വർക്കിന്റെ തന്നെ ഇതുപോലത്തെ കുറെ ആസ്പെക്റ്റുകൾ വരുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ആൻസറിലേക്ക് പെട്ടെന്ന് ഡിറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഈ ഓരോ സ്റ്റേറ്റ്മെന്റും നമ്മൾ വിശദമായിട്ട് സമയമെടുത്ത് തന്നെ നിങ്ങൾ അനലൈസ് ചെയ്യാം. നോക്കാം, ഈ ഒരു പ്ലേയുടെ ഫ്രെയിം എങ്ങനെയാ? ഫ്ലെയിംസ് വരുന്നു, ഒരു ഇതിനകത്തേക്ക് ഒരു നറേറ്റർ കയറി വരുന്നു, ആ ഒരു കഥയ്ക്കകത്ത് മറ്റൊരു കഥ വരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ഇതൊരു പ്ലേ വിത്ത് എ പ്ലേ ആണ്. കോബ്ര, ഈ പ്ലേയുടെ സബ് ടൈറ്റിലിനകത്ത് പ്ലേ വിത്ത് എ കോബ്ര ഉണ്ട്, അല്ലെങ്കിൽ ഈ കഥയ്ക്കകത്ത് കോബ്ര ഉണ്ട്. അപ്പൊ ശരിയാണ്. യക്ഷഗാന ഫ്ലോക്ക്
തിയേറ്റർ റൂട്ട്സ് ഇതിനകത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. ഗിരീഷ് കർണാടിന്റെ നാഗമണ്ഡലയ്ക്കകത്തും ഹയവദനയ്ക്കകത്തും ഒക്കെ നമുക്ക് ഈ യക്ഷഗാന കാണാൻ പറ്റും. കാരണം നാഗമണ്ഡല എന്ന് പറയുന്നത് ഹയവദന എന്ന് പറയുന്ന പ്ലേയുടെ ട്വിൻ പ്ലേ ആണ്. അടുത്തത് റാണി നറേറ്റർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, റാണി ഈ കഥയുടെ ഹീറോയിൻ മാത്രമാണ്. റാണി ഈ കഥ പറയുന്നില്ല. റാണിയെ പറ്റി മറ്റാരോ ഒരാളാണ് നമുക്ക് ഈ കഥ പറഞ്ഞു തരുന്നത്. അപ്പൊ റാണി നറേറ്റർ അല്ല. പ്ലേ വിത്തിൻ്റെ പ്ലേ ശരിയാണ്. ഔട്ടർ ഫ്രെയിമിൽ ഒരു മാൻ വരുന്നുണ്ട്, ഒരു പ്ലേ റൈറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഓൾഡ് മാൻ ആണ്. പിന്നെ അയാൾ ഫ്ലെയിംസ് പറയുന്ന കഥ കേൾക്കുന്നു. അതിനകത്ത് കൊണ്ടുവരുന്ന ഒരു ഇന്നർ പ്ലേ ആണ് റാണിയുടെ കഥ. റാണി നറേറ്റർ അല്ല. റാണി ഈ കഥയുടെ പ്രൊട്ടാഗണിസ്റ്റ് ആണ്. അതായത് ഇന്നർ പ്ലേക്ക് അകത്ത് വരുന്ന ഒരു പ്രൊട്ടാഗണിസ്റ്റ് ആണ്. പക്ഷെ ആ ഇവന്റ്സ് നറേറ്റ് ചെയ്യുന്നത് റാണിയല്ല. പ്ലേ വിത്ത് എ കോബ്ര ടൈറ്റിൽ, നാഗമണ്ഡലയുടെ ഫുൾ ടൈറ്റിൽ തരുന്ന അങ്ങനെയാണ്, നാഗമണ്ഡല പ്ലേ വിത്ത് എ കോബ്ര. ഫോളോസ് യക്ഷഗാന ട്രഡീഷൻ. ഈ പ്ലേ കന്നഡയിൽ നിന്നുള്ള ഓറൽ ട്രഡീഷൻസും അതേപോലെ യക്ഷഗാന ഫ്ലോക്ക് ടെയിൽസും ഒക്കെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു പ്ലേ ആണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ 1, 3 and 4 ആർ ദ റൈറ്റ് ആൻസേഴ്സ്. ഈ ഒരു ക്വസ്റ്റ്യന് മാത്രമല്ല, നമുക്ക് ഇങ്ങനെ കിട്ടുന്ന സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് നിങ്ങൾ പെട്ടെന്ന് പാനിക് ആവാണ്ട് ഓരോ സ്റ്റേറ്റ്മെന്റ്സും എടുത്ത് ഓരോ സെന്റൻസും എടുത്ത് നിങ്ങൾ ഒന്ന് മനസ്സിരുത്തി വിശകലനം ചെയ്ത് വായിച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ആൻസറിലേക്ക് ഈസിലി എത്താൻ പറ്റും. Which section of Wasteland begins and ends with reference to two Shakespeare plays, Antony and Cleopatra, Hamlet, respectively? T.S. എലിയറ്റിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പോയമാണ് ദ വേസ്റ്റ്ലാൻഡ്. വേസ്റ്റ്ലാൻഡിൽ ഷേക്സ്പിയറിന്റെ 2 പ്ലേയുടെ റെഫറൻസ് വരുന്നുണ്ട്. ബിഗിൻ ചെയ്യുന്നതും ആ സെക്ഷൻ എൻഡ് ചെയ്യുന്നതും ഷേക്സ്പിയൻ നാടകങ്ങളുടെ റെഫറൻസോട് കൂടിയിട്ടാണ്. ആന്റണി ആൻഡ് ക്ലിയോപാട്രയും ഹാംലെറ്റും. അതേതാണ്? അപ്പൊ നമുക്ക് എങ്ങനെ നോക്കാം. ആദ്യം ടി.എസ്. എലിയറ്റിന്റെ വേസ്റ്റ്ലാൻഡിന്റെ 5 സെക്ഷൻസും ഓർക്കുക. ബെറിയൽ ഓഫ് ദ ഡെഡ്, ഗെയിം ഓഫ് ചെസ്, ഫയർ സെർമൺ, ഡെത്ത് ബൈ വാട്ടർ, വാട്ട് ദ തണ്ടർ സെഡ്. ഇനി ഓരോ സെക്ഷനും നമുക്ക് ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാം. അതിൽ ഗെയിം ഓഫ് ചെസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലാണ് എലിയറ്റ് ദ ചെയർ ഷീ സാറ്റ് ഇൻ ലൈക്ക് എ ബേർണിഷ്ഡ് ത്രോൺ. ഇത് ആന്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന് പറയുന്ന പ്ലേയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അതുപോലെ ആ സീൻ, ആ സെക്ഷൻ എൻഡ് ചെയ്യുന്നതും സെയിം തന്നെയാണ്. ഗുഡ് നൈറ്റ് ലേഡീസ്, ഗുഡ് നൈറ്റ് സ്വീറ്റ് ലേഡീസ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ഇത് റെഫറൻസ് ടു ഒഫീലിയ ഇൻ ഹാംലെറ്റ് ആണ്. ഇനി നിങ്ങൾ ഇങ്ങനെ തിങ്ക് ചെയ്ത് നോക്കുക. ഗെയിം ഓഫ് ചെസ് അത് ഒരു ഗെയിം ഓഫ് ലവ്, ബിട്രയൽ, മാഡ്നസ്. ഈ ഒരു നമുക്കപ്പോ ഓരോ സെക്ഷൻ നമ്മൾ എന്തായാലും ഡീപ്പായിട്ട് പഠിക്കുന്ന ഒരു വർക്ക് തന്നെയാണ് ടി.എസ്. എലിയറ്റിന്റെ വേസ്റ്റ്ലാൻഡ്. അപ്പൊ ഓരോ സെക്ഷനിൽ വരുന്ന തീം നമ്മൾ നോക്കുക. ഗെയിം ഓഫ് ചെസ്സിൽ ലവ്, ബിട്രയൽ, മാഡ്നസ് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു സെഡക്ഷൻ അല്ലെങ്കിൽ സെഡ്യൂസ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റി ഉള്ളത് ക്ലിയോപാട്രയിലും മാഡ്നസ് വരുന്നത് ഒഫീലിയയിലുമാണ്. അങ്ങനെയാണ് നമുക്ക് ഗെയിം ഓഫ് ചെസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എളുപ്പത്തിൽ സാധിക്കുക. നിങ്ങൾ ഇതും കൂടെ ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. ഫസ്റ്റ് സെക്ഷൻ ബറിയൽ ഓഫ് ദ ഡെഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ ഇസ് ദ ക്രൂവലസ്റ്റ് മന്ത്, എൻഡ് ചെയ്യുന്നത് എ ഹീപ്പ് ഓഫ് ബ്രോക്കൺ ഇമേജസ്. ഗെയിം ഓഫ് ചെസ് അതിനകത്ത് ദ ചെയർ ഷി സാറ്റ് ഇൻ ലൈക്ക് എ ബേർണിഷ് ത്രോൺ. അതിനകത്ത് തീം വരുന്നത് ലവ്, ബിട്രയൽ, മാഡ്നസ്, ഒഫീലിയ ഒക്കെയാണ് തരുന്നത്. ദ ഫയർ സെർമൺ സ്റ്റാർട്ടിങ് ദ റിവേഴ്സ് ടെന്റ് ഇസ് ബ്രോക്കൺ. അതിനകത്ത് തീംസ് ആയിട്ട് വരുന്നത് ഡാനറ്റ് സിറ്റി, ഡാസിൻ ആൻഡ് ബെഡ് റോഗിൾഡ്. Then death by water സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്ലീബാസ് ദ ഫ്ലീബിയൻ, എ ഫോർട്ട്നൈറ്റ് ഡെഡ്. തീം വരുന്നത് ബിബ്ലിക്കൽ വാട്ടർ ഇമേജറി ഒക്കെയാണ് വരുന്നത്. ദെൻ വാട്ട് ദ തണ്ടർ സെഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹിയർ ഈസ് നോ വാട്ടർ ബട്ട് ഒൺലി റോക്ക്. തീംസ് ഈസ്റ്റേൺ ഫിലോസഫിയാണ്. അപ്പൊ നമ്മൾ പറയില്ലേ ധാ 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 ദയാദ്വത്വം ധന്യം, അങ്ങനെ എൻഡ് ചെയ്യുന്ന നമ്മുടെ ഇന്ത്യൻ ഫിലോസഫി, ഈസ്റ്റേൺ ഫിലോസഫി ആയിട്ടൊക്കെ ലിങ്ക് ചെയ്യുന്ന സെക്ഷനാണ് വാട്ട് ദ തണ്ടർ സെറ്റ്. അപ്പൊ നിങ്ങൾക്ക് ടി.എസ്. എലിയറ്റിന്റെ ഈ ഓരോ സെക്ഷന്റെയും തീംസ് അറിയാമെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇതിനകത്ത് ഈ ബെഡ് റോങ്കിൾഡ് എന്ന് പറയുന്ന നമ്മുടെ ഫയർ സെർമണിലെ തീമായിട്ട് പറഞ്ഞ ഒരു വേർഡിൽ നിങ്ങൾക്ക് ഡൗട്ട് തോന്നരുത് കേട്ടോ. ആക്ച്വലി അത് മെന്റ് വെറ്റ്, മഡി, ഭയങ്കര ഡേർട്ടി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് പറയുന്നത്. ഇത് നമ്മുടെ ബീഡ്രാങ്കിൾഡ് എന്ന് പറയുന്ന ഒരു വേർഡുമായിട്ട് സിമിലർ ആണ്. അൺടൈഡി, ഡേർട്ടി സിറ്റുവേഷൻ. അത്രയും നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അടുത്തത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാവേ. People are bloody ignorant apes is an utterance by the character in Waiting for Godot. നമ്മുടെ
സാമുവൽ ബെക്കേറ്റിന്റെ അബ്സർഡ് തിയേറ്റർ പ്ലേ ആയിട്ടുള്ള വെയിറ്റിംഗ് ഫോർ ഗോദോയിൽ നിന്നുള്ള ക്വസ്റ്റ്യനും എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പീപ്പിൾ ആർ ബ്ലഡി ഇഗ്നോറന്റ് ഏവ്സ്. ഇങ്ങനെ ഒരു അട്രൻസ് പറയാൻ സാധ്യതയുള്ള ക്യാരക്ടർ ആരായിരിക്കും? നമ്മൾക്കറിയാം ഈ എല്ലാ ക്യാരക്ടേഴ്സും പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഓർത്തിരിക്കുക അല്ലെങ്കിൽ അവരുടെ കോൺവെർസേഷൻസ് ഓർത്തിരിക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം നമുക്ക് ധാരാളം വർക്ക്സ് പഠിക്കാനുണ്ട്. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ചോദ്യങ്ങളെ നമുക്ക് എങ്ങനെ ഉത്തരത്തിലേക്ക് എത്തിക്കാം? അതായത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ സാധ്യതയുള്ള ക്യാരക്ടർ ആരായിരിക്കും വെയിറ്റിംഗ് ഫോർ ഗോദോയിൽ? അങ്ങനെ ആലോചിക്കാം. റൈറ്റ് ആൻസർ ഇസ് എസ്ട്രഗൻ. എങ്ങനെ എസ്ട്രഗൻ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും? നമ്മൾ ഇതിനകത്തെ ക്യാരക്ടേഴ്സിനെ നോക്കുവാണെങ്കിൽ മോർ ഏർത്ത്ലി, കുറച്ചും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കുറേയും കൂടി ക്രൂഡ് ആയിട്ടുള്ള ലൈൻസ് എല്ലാം ഡെലിവർ ചെയ്യുന്ന എസ്ട്രഗൻ ആണ് ഈ ഒരു പ്ലേക്കകത്ത്. കുറേയും കൂടി റിഫ്ലക്റ്റീവ് ഫിലോസഫിക്കൽ സ്റ്റൈൽ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് വ്ളാഡിമിർ പറയുന്നത്. പോസ ഒരു പോംപോസ് മാസ്റ്റർ ആണ്. ലക്കി ഒരു സൈലന്റ് ആണ്, പക്ഷെ കുറച്ച് ലോങ് മോണോലോഗ്സ് ഒക്കെ ലക്കിക്ക് ഇതിനകത്ത് ഉണ്ട്. അപ്പോ നമുക്ക് എന്തായാലും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ്, ആ വർക്ക്സിലൊക്കെ അത്യാവശ്യം ക്യാരക്ടേഴ്സിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് അറിയായിരിക്കും. അങ്ങനെ വെച്ച് നോക്കിയിട്ട് ഇതുപോലത്തെ കുറച്ച് റോ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ കർശനമായിട്ട് കഠോരമായിട്ട് പറയാൻ ഈ ക്യാരക്ടേഴ്സിൽ മിടുക്കൻ എസ്ട്രഗൻ ആണ്. അങ്ങനെ നമുക്ക് ഇതിലെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. Identify the statements which are true regarding Chaucer's Canterbury Tales. Canterbury Tales ഇല്ലാത്ത ഈ ഭാഗത്തിന് ക്വസ്റ്റ്യൻ വരാത്ത ഒരു പരീക്ഷ ഉണ്ടായിട്ടില്ല. Chaucer is indebted to Boccaccio for the general idea of Canterbury Tales. Canterbury Tales is a collection of 24 tales in verse and prose, some incomplete, told as entertainment by a group of pilgrims riding from London to the shrine of Thomas a Becket in Canterbury. Harry Bailey is the owner of Tabard Inn who volunteers to travel with the pilgrims. ഇതില് നമുക്ക് എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം ചോസർ പലപ്പോഴും ബൊക്കാഷിയോയിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആണ്. പക്ഷേ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ. ചോസറിന്റെ പീരീഡ്സിനെ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ചോസറിന്റെ ഫ്രഞ്ച് പീരീഡും ലാറ്റിൻ പീരീഡിലും ഒക്കെ ചോസർ ബൊക്കാഷിയോ അല്ലെങ്കിൽ ഫ്രഞ്ച് റൈറ്റേഴ്സിൽ നിന്നുമൊക്കെ ഇൻസ്പയർഡ് ആയിരുന്നു. പക്ഷേ ഈ പറയുന്ന ചോസറിന്റെ കാന്റർബറി ടേൽസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തമാണ്. അദ്ദേഹം ഒരു ഇൻഡിപെൻഡന്റ് റൈറ്റർ ആയിട്ട് വന്നതായിരുന്നു ഇംഗ്ലീഷ് പീരീഡിൽ. ആ ഇംഗ്ലീഷ് പീരീഡിൽ നമുക്ക് ഗിഫ്റ്റ് ചെയ്ത വർക്കാണ് കാന്റർബറി ടേൽസ്. അപ്പൊ അതിലൊരിക്കലും ചോസർ ആരിൽ നിന്നും ഒരു ഇൻസ്പിറേഷനും എടുത്തിട്ടില്ല. ചോസറിന്റെ കാന്റർബറി ടേൽസ് എന്ന് പറയുന്നത് 24 ടേൽസിന്റെ കോമ്പിനേഷനാണ്. ശരിയാണ്, ചിലത് ഇൻകംപ്ലീറ്റ് ആണ്. പക്ഷെ എന്നിരുന്നാലും 24 എന്ന് പറയുന്ന നമ്പർ കറക്റ്റ് ആണ്. വേഴ്സിലും പ്രൂസിലും ഒക്കെ ഉണ്ട്. ഓൺ ദ വേ ടു ലണ്ടൻ ടു വിസിറ്റ് ദ ഷ്രൈൻ ഓഫ് സെയിന്റ് തോമസ് ബെക്കറ്റ് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ടബാർഡ് ഇന്നിന്റെ ഇൻകീപ്പർ എന്ന് പറയുന്നത് ഹാരി ബെയ്ലിയാണ്. അപ്പൊ അതും കറക്റ്റ് ആണ്. 2 and 3 are the right options. ജസ്റ്റ് നിങ്ങൾ നോക്കിയേക്കാം. കാന്റർബറി ടേൽസ്, ലണ്ടൻ ടു കാന്റർബറി, ഗ്രൂപ്പ് ഓഫ് പിൽഗ്രിമേജ്, 24 ടേൽസ് ഉണ്ട്. പ്രോസിലും വേഴ്സിലുമായിട്ട് ഉണ്ട്. കുറച്ച് ചിലത് ഇൻകംപ്ലീറ്റ് ആണ്. പല ടൈപ്പ് ഓഫ് സ്റ്റോറീസ് ഇതിനകത്ത് വരുന്നുണ്ട്. റൊമാൻസ്, സറ്റയർ, പല രീതിക്കുള്ള സ്റ്റോറീസ് ഇതിനകത്ത് പറയുന്നുണ്ട് ഈ ടേൽസിനകത്ത്. മേജർ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നൈറ്റ്, മില്ലർ, പ്രയറസസ്, പാർട്ട്നർ, സ്ക്വയർ, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സിനകത്ത് വന്നു പോകുന്നുണ്ട്. നൺതൊക്കെ ക്യാരക്ടേഴ്സ് ആയിട്ട് വന്നു പോകുന്നുണ്ട്. അപ്പൊ പറഞ്ഞ മെത്തേഡ്സ് ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആണ് എങ്കിൽ നമുക്ക് ഈ സയൻസ് പോലത്തെ സബ്ജക്ട്സിൽ പറയുന്നത് മാതിരിയുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് അല്ലെങ്കിൽ സയൻസ് സബ്ജക്റ്റിൽ നമ്മൾ കണ്ടുവരുന്ന സൂത്രപ്പണികളൊന്നും ഇംഗ്ലീഷിൽ അങ്ങനെ ഫലപ്രദമാകാറില്ല. നമ്മൾക്ക് കുറച്ചൊന്ന് സെൻസ് ചെയ്ത് വർക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലുണ്ട്. നമ്മുടെ മൈൻഡിലുള്ള അറിവ് വെച്ചുകൊണ്ട് ഇല്ലാത്ത അറിവിനെ നമുക്ക് അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ ആ അറിയുന്നത് വെച്ചിട്ട് നമുക്ക് ആ ഓപ്ഷൻസ് ഒന്ന് ഫിൽട്ടർ ചെയ്യാനെങ്കിലും സാധിക്കും. സോ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.